വർഗീസ് പീറ്ററാണ് കൂടുതൽ കളിക്കാനെന്ന് എനിക്കറിയാം. മാറിയില്ല അങ്ങോട്ട്, മാറി ഒതുങ്ങില്ല, എല്ലാം ഒതുങ്ങില്ല. പൊളിറ്റിക്കൽ സാധനത്തെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തു. എങ്ങനെയുണ്ട് ടോവി, സുരാജ് ഇവരൊക്കെ? ചേരൻ സാറിന്റെ ഫസ്റ്റ് പടം അല്ലേ തമിഴിലെ, പുള്ളിയുടെ ഒരു മലയാളത്തിലെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു പടമായിട്ട് തന്നെ തോന്നുന്നു. നമ്മുടെ ഹിറ്റാവും. സബ്ജക്റ്റ് എങ്ങനെയുണ്ട് ഇതിന്റെ? ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റാണ്. പൊളിറ്റിക്കൽ വളരെ നന്നായിട്ട് നല്ല മൂവിയാണ് എന്ന് പറയുമ്പോൾ ടോവിനോയുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് പുള്ളി അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ARM അതിൽ പുള്ളി 3 വേഷത്തിലാണ് പുള്ളി നമ്മളെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ആ ഒരൊറ്റ വേഷത്തിൽ പല ഭംഗിയായിട്ട് പുള്ളിയുടെ പല സൈഡുണ്ട്. നെഗറ്റീവ് സൈഡായാലും പിന്നെ ഒരു ചെറിയ തമാശകളായാലും വളരെ സീരിയസ് ആയിട്ടുള്ള പുള്ളിക്ക് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആര്യ സലീം എന്ന് പറയുന്ന നടിയുടെ നമ്മുടെ CK ജാനുവിൻ്റെ ആ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്ന ആര്യ സലീം വളരെ ഭംഗിയായിട്ട് അവരുടെയും ഒരുപക്ഷെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും ഈ സിനിമ. പിന്നെ നല്ല പാട്ടുകളുണ്ട്. ഭംഗിയായിട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ആദിവാസി അവരുടെ ആ ലൈഫായിട്ട് കണക്ട് ചെയ്ത് അത്ര കണക്ഷനുള്ള മൂവിയാണ്. പിന്നെ സ്റ്റൺസ്, പിന്നെ അഷ്റഫ് ഗുരുക്കൾ അവരൊക്കെയാണ് സ്റ്റൺസ്. അങ്ങനത്തെ കറക്റ്റ് കഥയോട് നീതി പുലർത്തുന്ന സ്റ്റൺസ് ഉണ്ട്. പിന്നെ എല്ലാം കൊണ്ടും വളരെ മികച്ചൊരു സിനിമ. യാതൊരു രീതിയില്ല തുടക്കം മുതൽ എടുക്കുമ്പോൾ നമ്മളെ എൻഗേജ് ആയിട്ട്. ചേരൻ സാർ എങ്ങനെയുണ്ട്? തമിഴിൽ നിന്ന് ആദ്യമായിട്ട് മലയാളത്തിലൊരു ഡെബ്യൂട്ട്. ചേരൻ പിന്നെ പുള്ളിയുടെ അഭിനയത്തിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് പുള്ളി ഇതിലൊരു നെഗറ്റീവ് റോളിലാണ്. പുള്ളിക്ക് കിട്ടിയ വേഷം വളരെ ഭംഗിയായിട്ട് ചെയ്തു. നല്ലൊരു മൂവിയും പിന്നെ ഒരുപാട് പേരുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള സിനിമയാണ്. ബെഞ്ച് മാർക്ക് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ടോവിനോയുടെ. പുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അത്രയ്ക്ക് നന്നായിട്ട് പുള്ളി എഫേർട്ടായിട്ട്. അടിപൊളിയാണ്. വർഗീസ് പീറ്റർ പൊളിച്ച് ഒരു രക്ഷയില്ല. വർഗീസ് പീറ്റർ അടിപൊളിയായിരുന്നു. അല്ല ഇത് വർഗീസ് അല്ല, ഇത് ഷാനു ബ്രോയാണ്, മെങ്കുച്ചില്ലി ബ്രോയാണ്. അപർണ രാജ് അല്ലേ? അപർണ രാജാ കളിയാക്കല്ലേ? അത് പടം ഇഷ്ടപ്പെട്ടു കേട്ടാ. അല്ല ശ്രീരാജ് പടത്തിലുണ്ടായിരുന്നല്ലേ? ശ്രീരാജ് പടത്തിലുണ്ടായിരുന്നു. സത്യം. പടത്തിലുണ്ടായിരുന്നു. പുള്ളി പടത്തിലുണ്ടായിരുന്നു. നല്ലൊരു വേഷം SP ആയിരുന്നു അല്ലേ? SP ആയിരുന്നു. ഞാനാണ് കണ്ടത്. ഞാനാണ് പറഞ്ഞത് ശ്രീരാജ് ഈ പടത്തിലുണ്ടായിരുന്നെന്ന് പറഞ്ഞത്. ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ സുഹൃത്ത് പടത്തിൽ വന്നതിൽ ഭയങ്കര സന്തോഷം കേട്ടാ. ഇനി ഒരുപാട് പടങ്ങൾ കിട്ടട്ടെ നിനക്ക്. അടിപൊളി പടം കേട്ടാ, ഒരു രക്ഷയില്ല. ചേരനൊക്കെ എങ്ങനെയുണ്ട്? തമിഴിൽ നിന്ന് മലയാളത്തിലോട്ട് ആദ്യമായിട്ട് പുള്ളിക്കാരൻ വരുമല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിട്ടുണ്ട് കേട്ടോ, കിടിലം ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടോവി? ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടോവിനോ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. അങ്ങേറെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. പൊളിച്ചിട്ടുണ്ട്. സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇത് ഗൗരവ് തോമസ് അവതരിപ്പിക്കുന്ന വർഗീസ് എന്ന കഥാപാത്രത്തിലൂടെയാണ് സിനിമയുടെ കഥ മുഴുവനും പോകുന്നത്, സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ. ഇത് നമുക്ക് നടന്ന ഒരു സംഭവം എടുത്ത്, അതായത് മുത്തങ്ങ സമരം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 2003 നടന്നത്. അപ്പം ആ ഒരു വർഷത്തിൽ തന്നെയാണ് ഈ സിനിമയുടെ കഥയും കാണിക്കുന്നത്. പക്ഷേ അതെടുത്തിട്ട് കുറച്ച് സിനിമാറ്റിക് ലെഗസി ഉപയോഗിച്ചിട്ട് കാരണം അവർക്ക് നടന്നതുപോലെ കാണിക്കുകയാണെങ്കിൽ പിന്നെ അതൊരു എന്താ പറയുക, അപ്പോൾ നമുക്കൊരു സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ വേണം. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് എന്താണ്, ഇദ്ദേഹം ഇങ്ങനെ ജോലി ആഗ്രഹിച്ചിട്ട് BSc ടെസ്റ്റ് ചെയ്തിട്ട് ജോലികൾ കിട്ടിയിട്ട് ആഗ്രഹിച്ച ജോലി കിട്ടാതെ അവസാനം കോൺസ്റ്റബിളായിട്ട് ജോലി ചെയ്യാൻ കയറുന്നു. അതിനുശേഷം നടക്കുന്ന ഈ ഒരു മുത്തങ്ങ സമരം, മുത്തങ്ങ എന്നല്ല സിനിമയിൽ പറയുന്നത് വേറെ ഒരു ഭൂസമരമാണ്. ഭൂസമരത്തിലേക്ക് പോകുന്നു. പിന്നെ അതിന് ശേഷം നേരിടേണ്ടി വരുന്ന കുറേ കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു പെർഫോമൻസാണ് എല്ലാവരും ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഗൗരവ് തോമസ് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല സപ്പോർട്ടിംഗ് റോളായിട്ട് സുരാജ് വെഞ്ഞാറും കൊണ്ടെത്തുന്നുണ്ട്. പിന്നെ ചേരൻ തമിഴിൽ നിന്ന് ആദ്യമായിട്ട് മലയാളത്തിലെത്തുകയാണ്. അദ്ദേഹത്തിനെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് വിലയിരുത്തേണ്ട കാര്യമില്ല. അദ്ദേഹവും വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇവരുടെ ഫാമിലി ഡ്രാമ പോർഷൻസ്, പിന്നെ സെക്കൻഡ് ഹാഫിൽ തുടങ്ങി കുറച്ച് പോർഷൻസൊക്കെ കുറച്ച് ക്രിസ്പാക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. അതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒത്തിരി ഇമോഷണൽ മൊമെൻറ്റ്സ് ഉണ്ട്. എനിക്ക് നമ്മളറിയാതെ നമ്മളിങ്ങനെ കണ്ണിങ്ങനെ ഇങ്ങനെ നിറയിപ്പിക്കുന്ന ഒത്തിരി നിമിഷങ്ങൾ സിനിമയിലുടനീളം ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറേ മൊമെൻറ്റ്സിലൂടെയൊക്കെയാണ് കടന്നുപോയത്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും കണ്ടിന്യൂ ചെയ്യേണ്ട. ക്യാമറ വർക്കും എഡിറ്റിങ്ങും മ്യൂസിക് ജേക്സ് ബിജോയുടെ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്കറിയാമല്ലോ, ചില സിനിമകളൊക്കെ മോശം സിനിമകളിൽ അദ്ദേഹം പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും നമുക്ക് ജേക്സ് ബിജോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ മികച്ച സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ മികച്ച വർക്ക് വരുമ്പോഴത്തേക്കും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുപോലെ തന്നെ ക്യാമറ വർക്ക്, വയനാടിൻ്റെ ആ ഒരു
ഒരു സൗന്ദര്യം ഒരൊപ്പിയെടുക്കാൻ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ തുടക്കത്തിൽ സുരാജ് വെഞ്ഞാറമൂട് തന്നെ പറയുന്നുണ്ട്, വയനാട് എന്ന് പറയുമ്പോഴത്തേക്കും അത് മനോഹരമായ സ്ഥലമാണ്, എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് എന്നും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു സിനിമ അനുഭവമാണ് എനിക്ക് കിട്ടിയത്. കൂടെ ഒരു ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള ഒരു കഥയും കൂടെ.